ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു സാജിദാസ് ക്രിയേഷൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അനൗൺസ് ചെയ്തതുപോലെ പർദ ഫെസ്റ്റിൻ്റെ സ്റ്റാർട്ടിംഗ് വീഡിയോവുമായിട്ടാണ്. അനൗൺസ്മെൻറ്റ് വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ റെസ്പോൺസ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ആവശ്യപ്പെട്ട വീഡിയോസ് ഞാനിതിൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും മിസ്സായിട്ടുണ്ട് എങ്കിൽ നെക്സ്റ്റ് ഈ പർദ ഫെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇന്ന് നമുക്ക് ഫ്രണ്ട് ഓപ്പൺ അബായ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ബിഗിനേഴ്സിന് കൂടി ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ വളരെ ഈസി ആയിട്ടാണ് ഈ പർദ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ ഞാൻ കാണിക്കുന്നത്. 3 മീറ്റർ ക്ലോത്താണ് ഞാനിതിന് യൂസ് ചെയ്യുന്നത്. നമുക്ക് ക്ലോത്ത് വീതിക്ക് 2ആയി മടക്കാം. അതിനുശേഷം നീളത്തിലും നമുക്കിതിനെ മടക്കിയെടുക്കാം. നമ്മൾ ചുരിദാറിനൊക്കെ മടക്കുന്നത് പോലെ തന്നെ ഇത് ഫോൾഡ് ചെയ്തെടുക്കാം. കണ്ടോ, 1 2 3 4 പീസ്. നമ്മളിന്ന് ഫ്രണ്ട് ഓപ്പൺ അബായയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 4ആയി മടക്കിയ ക്ലോത്തിൽ നിന്നും ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് മാറ്റാം. അതിനുവേണ്ടി നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ച ക്ലോത്തിൻ്റെ മുകൾ ഭാഗം നമുക്ക് 2ആയി കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രണ്ട് പീസ് 2 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ട് പീസ് മാറ്റി വെക്കുന്നത്. ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നെക്കിൻ്റെ അളവ് മാർക്ക് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ അളവാണ് എടുത്ത് മാർക്ക് ചെയ്യുന്നത്. നെക്ക് നമ്മൾ മെയിൻ ക്ലോത്തിൽ ഒരിക്കലും കട്ട് ചെയ്യില്ല. ക്യാൻവാസ് വെച്ച് സെപ്പറേറ്റ് ക്ലോത്ത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് അളവുകൾ മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ അളവെടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്കിൻ്റെ വീതി അളക്കാം. നെക്കിൻ്റെ സ്റ്റിച്ചിങ് പോയിൻ്റ് മുതൽ മറ്റേ പോയിൻ്റ് വരെയുള്ള അളവാണ് എടുക്കുന്നത്. 6 ഇഞ്ചാണ് നമുക്ക് ലഭിച്ചത്. അതിനെ നമുക്ക് 2ആക്കി മാറ്റാം. കാരണം ക്ലോത്ത് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. 3 ഇഞ്ചാണ് നമുക്ക് ലഭിക്കുക. ആ 3 ഇഞ്ച് മുഴുവനായും മാർക്ക് ചെയ്യേണ്ട. 2.25 ഇഞ്ച് നമുക്ക് ക്ലോത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. 1/4 ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായി നമുക്ക് വിട്ടുകൊടുക്കാം. ഇനി നെക്കിൻ്റെ ഇറക്കം എടുക്കാം. 6 ഇഞ്ചാണ് നമുക്കിവിടെ നെക്കിൻ്റെ ഇറക്കം ലഭിക്കുന്നത്. 6 ഇഞ്ച് നമുക്ക് ക്ലോത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇവിടെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ 2 പോയിൻറ്റും തമ്മിലൊന്ന് ജോയിൻ്റ് ചെയ്ത് ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കാം. ജസ്റ്റ് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് പോകുന്നു എന്നേ ഉള്ളൂ. നമ്മളിത് കട്ട് ചെയ്യില്ല. ഇവിടെ ബാക്ക് പോർഷനാണ് ഇത് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഞാനിതൊന്ന് മാർക്ക് ചെയ്യുന്നത്. റൗണ്ട് നെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ കൈക്കുഴിയൊന്നും കട്ട് ചെയ്യുന്നില്ല. ഡയറക്റ്റ് ഷോൾഡറും എല്ലാം ഒന്നിച്ച് മാർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് അത്രയും വീതി ക്ലോത്തിൽ കിട്ടിയില്ല എന്ന് വരാം. ബാക്കി നമുക്ക് ജോയിൻ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്ക് പോയിൻറ്റിൽ നിന്നും നേരെ സ്ലീവിൻ്റെ എൻഡ് വരെയുള്ള അളവെടുക്കാം. 29 ഇഞ്ചാണ് നമുക്ക് ലഭിക്കുന്ന ആകെ അളവ്. 1 ഇഞ്ച് തയ്യൽ തുമ്പടക്കം നമുക്ക് 30 ഇഞ്ച് വിടാം. ഇനി നമുക്ക് ഈ നെക്ക് മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്നും നേരെ അളവെടുക്കാം. 30 ഇഞ്ച് മുഴുവനായും ക്ലോത്തിൽ നമുക്ക് ലഭിക്കുകയില്ല. നമുക്കിവിടെ 2 ഇഞ്ച് വിട്ട് 25 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ 2 ഇഞ്ച് വിടുന്നത് നമ്മൾ ഫ്രണ്ട് പീസ് 2 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്ലീവിൻ്റെ എൻഡ് ഭാഗം ഒന്ന് അളക്കാം. അതിൻ്റെ വീതി എടുക്കാം. 6.5 ഇഞ്ചാണ് നമുക്ക് ലഭിക്കുന്നത്. തയ്യൽ തുമ്പടക്കം 7.5 ഇഞ്ച് നമുക്ക് എടുക്കാം. 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിടേണ്ടതുണ്ട്. 7.5 ഇഞ്ച് നമുക്ക് ക്ലോത്തിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 25 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ പോയിൻറ്റിൽ നിന്നും താഴേക്കാണ് 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മുടെ കൈയിൻ്റെ എൻഡിൻ്റെ വീതിയാണ്. ഇനി നമുക്ക് കൈക്കുഴിയുടെ അളവെടുക്കാം. കൈക്കുഴി സെപ്പറേറ്റ് കട്ട് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല. എന്നിരുന്നാലും ആ ഒരു ഷേപ്പ് വരുന്ന ഭാഗം നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. കണ്ടോ, ഈ ഒരു പോയിൻ്റാണ് നമുക്ക് വരുന്നത്. ഷേപ്പിൽ നിന്നും 1/2 ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ മാർക്ക് ചെയ്തത്. ഇപ്പോൾ 10 ഇഞ്ചാണ് നമുക്ക് ലഭിക്കുന്നത്. 1/2 ഇഞ്ച് മുകൾ വശത്തെ തയ്യൽ തുമ്പാണ്. അതുകൊണ്ടാണ് 1/2 ഇഞ്ച് വിട്ടത്. നമുക്കിവിടെ 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, 10 ഇഞ്ചാണ് നമുക്ക് ഈ ഷേപ്പ് വരുന്നത്. ഇനി നമുക്ക് വീതി എടുക്കാം. ഈ ഒരു കൈക്കുഴിയുടെ പോയിൻറ്റിൽ നിന്നും മറ്റേ പോയിൻറ്റിലേക്കുള്ള അളവാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ കൈക്കുഴി കട്ട് ചെയ്ത പർദ്ദയാണെങ്കിൽ കൂടി നമുക്ക് ഇതേപോലെ അളന്നെടുക്കാം. 25 ഇഞ്ചാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൻ്റെ പകുതി നമുക്ക് 12.5 ഇഞ്ച് എടുക്കാം. തയ്യൽ തുമ്പടക്കം 13.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് 13.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതായത് കൈക്കുഴി വരുന്ന ആ ഒരു ഷേപ്പ്
ഒരു ഹാഫ് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ നമ്മൾ നേരത്തെ കൈയുടെ അളവ് മാർക്ക് ചെയ്തെടുത്തേക്ക് ഇത് നമുക്കൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം. അതായത് കൈയും ഷോൾഡറും കൈക്കുഴിയും ഒക്കെ വന്നു. ഇനി നമുക്ക് ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്യാം. വ്യക്തമായൊരു ഷേപ്പ് ഇല്ല ഈ പർദ്ദയ്ക്ക്, റെഡിമെയ്ഡ് പർദ്ദയാണ്. എന്നിരുന്നാലും ഒരു 15 ഇഞ്ച് ഇറക്കിയതിന് ശേഷം നമുക്ക് ഷേപ്പ് അളക്കാം. 24 ഇഞ്ചാണ് നമുക്കിതിൻ്റെ ഷേപ്പ്. അതിൻ്റെ പകുതി 12 ഇഞ്ച് നമുക്ക് എടുക്കാം. തയ്യൽ തുമ്പടക്കം 13 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്തതിൽ നിന്നും ഒരു 6 ഇഞ്ച് വിട്ട് നമുക്കിത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 6 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 5 ഇഞ്ചോ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെയാണ് നമ്മളിത് മാർക്ക് ചെയ്തെടുക്കുന്നത്. കൈക്കുഴിയിൽ നിന്നും ഒരു 6 ഇഞ്ച് അല്ലെങ്കിൽ 5 ഇഞ്ച് വിട്ട് നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പർദ്ദയുടെ ഇറക്കം എടുക്കുകയാണ്. ഷോൾഡർ പോയിന്റിൽ നിന്നും നേരെ താഴേക്കാണ് നമ്മൾ ഇറക്കം എടുക്കുന്നത്. 57 ഇഞ്ചാണ് ഈ പർദ്ദയുടെ ഇറക്കം. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പടക്കം നമുക്ക് 58 ഇഞ്ച് എടുക്കാം. ഇത് നമുക്ക് ക്ലോത്തിലേക്കൊന്ന് അളന്നെടുക്കാം. കണ്ടോ, 58 ഇഞ്ചാണ് നമ്മളിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. 58 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം. ഈ പർദ്ദ നമ്മൾ കൈക്കുഴിയിൽ നിന്നും നേരത്തെ അളന്ന ഷെയ്പ്പിലേക്കും അവിടെ നിന്ന് നേരെ താഴേക്ക് നമുക്ക് എത്രത്തോളം വീതി വേണോ അത്രത്തോളം നമുക്ക് വീതി എടുക്കാം. ഞാനിപ്പോൾ എൻഡ് വരെയുള്ള വീതി എടുത്തിട്ടുണ്ട്. അതിൽ കുറവ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളുടെ പർദ്ദയുടെ അടിവശത്തെ വീതി അളന്ന് അത് മാർക്ക് ചെയ്ത് അങ്ങനെ ഷേപ്പ് ചെയ്താലും മതി. ഇനി നമുക്ക് ഇതിൻ്റെ അടിവശം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. സ്ട്രെയിറ്റ് ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്കിൽ അടിവശം ഒന്ന് തൂങ്ങിയിട്ടുണ്ടാകും, 2 സൈഡും തൂങ്ങിയതുപോലെ ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കയറ്റി മാർക്ക് ചെയ്യുന്നത്. ലാസ്റ്റ് എൻഡിങ് പോയിന്റിൽ ഒരു 3 ഇഞ്ചോ 4 ഇഞ്ചോ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഒരു റാ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ സൈഡ് തൂങ്ങിപ്പോവുകയില്ല. ഇനി നമുക്ക് മാർക്ക് ചെയ്ത ഓരോ പോയിന്റും കട്ട് ചെയ്തെടുക്കാം. കൈയും കൈക്കുഴിയും നേരെ താഴേക്കും ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെയാണ് കട്ട് ചെയ്താൽ ഉണ്ടാവുന്ന ഷേപ്പ്. നമ്മൾ ബാക്ക് നെക്കിലാണ് ഇപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ അളവൊക്കെ എടുത്തത്. നമ്മളത് കട്ട് ചെയ്യുന്നില്ല. ബാക്ക് നെക്ക് നമ്മൾ തീരെ കട്ട് ചെയ്യാതെ ഒരു ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് ഒന്ന് വിരിച്ചിടാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഫ്രണ്ട് പീസാണിത്. സാധാരണ നമ്മുടെ അടുത്ത് വരുന്നത് മടക്ക് വരുന്ന പീസാണ്. എന്നാൽ ഇത് അങ്ങനെയല്ല, ഓപ്പൺ ചെയ്ത പീസാണ് നമുക്ക് മുന്നിലുണ്ടാവുക. അതിനുശേഷം നമുക്ക് നേരത്തെ കട്ട് ചെയ്ത ബാക്ക് പീസ് വെക്കുക. കണ്ടോ, ഇതേപോലെ 2 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മുടെ ബാക്ക് പീസ് വെക്കാൻ വേണ്ടിയിട്ട്. ഈ 2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം അവിടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ബട്ടൺ ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 ഇഞ്ച് വിട്ട് കൊടുത്തത്. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ, അതായത് ബാക്ക് പീസ് നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്തത് ആ ഒരു പീസ് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പീസും കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത നെക്ക് നമ്മുടെ ഫ്രണ്ട് പീസിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പീസിലും നമ്മൾ നെക്ക് കട്ട് ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ്. ഇത് പേപ്പർ ക്യാൻവാസ് ആണ്. ഇത് വെച്ച് നമുക്ക് നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ നെക്കിൻ്റെ അളവൊന്നെടുക്കാം. 6 ഇഞ്ച് ഇറക്കവും 5.5 ഇഞ്ച് വീതിയുമാണ് ഇതിൻ്റെ അളവ്. ഇത് നമുക്ക് ക്യാൻവാസിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതേ അളവിൽ നമുക്ക് 2 പീസ് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ ബോക്സ് ഷേപ്പിലാക്കിയതിന് ശേഷം റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്യാൻ പറ്റുന്ന വിധം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 3-4 ഇഞ്ച് വിട്ടതിന് ശേഷം ഒന്ന് സ്ക്വയർ ടൈപ്പിൽ വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതിൽ തന്നെയാണ് നെക്കും കട്ട് ചെയ്യുന്നത്. 2 പീസാണ് ഇതേപോലെയുള്ളത് നമുക്ക് വേണ്ടത്. നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ ക്യാൻവാസിൽ 2 പീസ് കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്കൊരു ക്ലോത്ത് എടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് വന്ന ക്ലോത്ത് തന്നെയാണിത്. അതിന് മുകളിൽ നമ്മുടെ ക്യാൻവാസ് വെച്ച് അതേ അളവിൽ 2 ക്ലോത്ത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ക്യാൻവാസിൽ ഒരു ഷൈനിങ് ഉള്ള ഭാഗമുണ്ട്. ആ ഭാഗം ക്ലോത്തിലേക്ക് വെച്ചതിന് ശേഷം നമുക്കൊന്ന് അയൺ ചെയ്യാം. ഇതിപ്പോൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡും ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പീസ് മെയിൻ ക്ലോത്തിലേക്ക് വെച്ച് കൊടുക്കാം.
ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. കണ്ടോ, ഈ മാർക്ക് ചെയ്യുന്ന പോയിന്റിലൂടെ വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതായത് ക്യാൻവാസിൻ്റെ തൊട്ട് താഴെ വെച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസ് വരുന്ന ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ റൗണ്ടായി കട്ട് ചെയ്യുക. നമ്മൾ സ്റ്റിച്ച് ചെയ്ത നൂലിന് കട്ട് വരാതെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എല്ലാ നെക്കിനും ചെയ്യുന്നത് പോലെ സ്റ്റിച്ചിങ് പോയിന്റ് വരെ ചെറിയ രീതിയിൽ ഓരോ കട്ട് കൊടുക്കാം. പെർഫെക്റ്റായി നെക്ക് നിൽക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നെക്കൊന്ന് തിരിച്ചിടാം. കണ്ടോ, ഇതേപോലെ നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം നെക്ക് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ മാർക്ക് ചെയ്ത പോയിന്റിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോ വിട്ടതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഞാനിവിടെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് തരാം. കണ്ടോ, കുറച്ച് ഒരു 1/4 ഇഞ്ച് വിട്ട് നമ്മളൊന്ന് റൗണ്ട് ഷേപ്പ് ആക്കിയതിന് ശേഷം ആ ഒരു സൈഡ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നെക്ക് നമ്മൾ നന്നായി സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതേപോലെ ഒരു ക്യാൻവാസ് ഷീറ്റ് എടുക്കാം. 2 ഇഞ്ച് വീതിയിലാണ് ഞാനത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട് ഓപ്പണിൻ്റെ ആ ഒരു സൈഡിൽ 2 ഇഞ്ച് വീതിക്ക് ഇതൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ ഒന്ന് മടക്കാം. അതിൻ്റെ സൈഡ് കട്ട് ചെയ്യൊന്നും വേണ്ട, അത് ഉള്ളിലേക്ക് മടക്കുകയും വേണ്ട. ഒരു മടക്ക് മടക്കിയതിന് ശേഷം നമുക്ക് സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് നമ്മൾ പെർഫെക്റ്റായി സ്റ്റിച്ച് ചെയ്തെടുത്തു. അതേപോലെ തന്നെ ഫ്രണ്ട് ഓപ്പൺ സൈഡും നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 വശവും നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. നിങ്ങൾക്ക് കാണാം, ഫ്രണ്ട് ഓപ്പൺ സൈഡ് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തു. അതേപോലെ തന്നെ നെക്കും ഫിനിഷിംഗ് ആയി ചെയ്തിട്ടുണ്ട്. ക്യാൻവാസ് സ്റ്റിച്ച് ചെയ്തതൊക്കെ നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് 2 ഷോൾഡറും തമ്മിൽ ജോയിൻ്റ് ചെയ്യുകയാണ്. അതിന് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. കൈയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വെച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാൻ. ഇവിടെ നിന്നും സ്റ്റിച്ച് ചെയ്ത് നേരെ മുകളിലേക്ക് പോയി നെക്കിൻ്റെ അടുത്ത് വേണം സ്റ്റിച്ചിങ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ നമുക്ക് 2 സൈഡും ജോയിൻ്റ് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ 2 സൈഡും ജോയിൻ്റ് ചെയ്തെടുത്തു. സ്ലീവും നെക്കും ഒക്കെ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ 2 ഇഞ്ച് വീതിക്കും അതേപോലെ 10 ഇഞ്ച് നീളത്തിലുമുള്ള ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. അതേ അളവിൽ പേപ്പർ ക്യാൻവാസ് കട്ട് ചെയ്തതിന് ശേഷം അയൺ ചെയ്ത് കൊടുക്കാം. ഈ പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ഡയറക്റ്റ് ഫ്രണ്ട് നെക്കിൻ്റെ മുകളിൽ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് അടക്കമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് ഫ്രണ്ട് നെക്കും തൊട്ട് പിറകെ കാണുന്നത് ബാക്ക് നെക്കിൻ്റെ നല്ല വശവുമാണ്. അതിൻ്റെ മുകളിൽ ഇതേപോലെ വെക്കാം. അതായത് നല്ല വശം ബാക്ക് നെക്കിൻ്റെ നല്ല വശത്ത് വരുന്ന വിധത്തിൽ തന്നെ വെച്ച് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പേ സൈഡ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട്. മടക്കി വെച്ചതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്യാൻ. എൻഡിലും അതേപോലെ ഒരു 1/2 ഇഞ്ച് മടക്കിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാം. വീഡിയോ ശ്രദ്ധിച്ചാൽ കറക്റ്റായി നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തിരിച്ചിടാം. കണ്ടോ, ഇതേപോലെ നേരെ നെക്കിൻ്റെ പിറകിലേക്ക് കൊണ്ടുവരാം. അതായത് സ്റ്റിച്ച് ചെയ്ത മോശം വശത്തേക്കാണ് ഇതിപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി ബാക്കി വരുന്ന ഭാഗം അതേപോലെ വെച്ച് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ നമുക്ക് 4 സൈഡും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ ബാക്ക് നെക്ക് നമ്മൾ 4 വശവും സ്റ്റിച്ച് ചെയ്തെടുത്തു. നമുക്ക് സ്ലീവ് നേരത്തെ നമ്മൾ അളന്നപ്പോൾ 25 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തത്. 2 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് ഇത് മാർക്ക് ചെയ്തത്. ആ 2 ഇഞ്ച് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഫ്രണ്ടിൽ നമ്മൾ 2 ഇഞ്ച് മടക്കിയതിന് ശേഷമാണ് സ്ലീവ് അളക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബാക്കിൽ നിന്നും നമ്മൾ 2 ഇഞ്ച് കട്ട് ചെയ്ത് കളഞ്ഞത്. ഇപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് ടോട്ടൽ 25 ഇഞ്ചാണ്. നമുക്ക് 30 ഇഞ്ചിൻ്റെ സ്ലീവാണ് വേണ്ടത്. 5 ഇഞ്ചിൻ്റെ ഒരു പീസ് നമ്മൾ എക്സ്ട്രാ വെക്കേണ്ടതുണ്ട്. 2ആയി മടക്കിയാണ് നമ്മൾ ഈ എക്സ്ട്രാ പീസ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് 10 ഇഞ്ചിൻ്റെ ഒരു പീസാണ് വേണ്ടത്. നമുക്ക് 10 ഇഞ്ച് വീതിയും അതേപോലെ തന്നെ ഒരു 16 ഇഞ്ച് നീളവുമുള്ള ക്ലോത്ത് കട്ട് ചെയ്യാം. 16 ഇഞ്ചൊന്നും വേണ്ട, എന്നിരുന്നാലും നമുക്ക് ബാലൻസ് വരുന്നത് കട്ട് ചെയ്യാം. അതിനുശേഷം ഇത് 2ആയി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഈ സ്റ്റിച്ച് ചെയ്ത പീസ് നമുക്ക് കൈയുടെ എൻഡിൽ വെച്ച് ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ബാലൻസ് വന്ന ക്ലോത്ത് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് രണ്ട് സൈഡും ജോയിൻ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ സ്ലീവുകൾ രണ്ടും ഒരേപോലെ വെച്ച് നേരെ താഴേക്ക് നമുക്ക് മുഴുവനായും യോജിപ്പിച്ചെടുക്കാം. ഞാനിവിടെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഈ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ രണ്ട് സൈഡും ജോയിൻ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് താഴ്വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒന്നിച്ച് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. സാവധാനം കുറച്ച് മടക്കി അതുവരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അവിടെ നിന്നും ബാക്കിയും കൂടി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. കാരണം ഇതൊരു റൗണ്ട് ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഒന്നിച്ച് മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ പുളഞ്ഞു പോകും. ഇപ്പോൾ നമ്മൾ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടൺ വെക്കാൻ വേണ്ടി ഒരു പീസ് ജോയിൻ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടി നമുക്ക് ആദ്യം പീസ് വെക്കേണ്ട ഭാഗം ഒന്നളക്കാം. 38 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. ബാലൻസ് വരുന്നത് 11 ഇഞ്ചാണ്. കണ്ടോ, നമുക്കിവിടെ നോക്കാം. ബാലൻസ് ഒരു 11-12 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 38 ഇഞ്ചിലാണ് പീസ് കട്ട് ചെയ്യുന്നത്. രണ്ട് വശവും മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടത് കൊണ്ട് നമുക്ക് 2 ഇഞ്ച് കൂടി എക്സ്ട്രാ എടുക്കാം. അപ്പോൾ 40 ഇഞ്ച് വരുന്ന ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, 40 ഇഞ്ച് വരുന്ന പീസ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത്. അതേ അളവിൽ ഒരു ക്യാൻവാസ് കട്ട് ചെയ്തതിന് ശേഷം നമുക്കത് അയൺ ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ഒരു പീസ് നമുക്ക് രണ്ടായി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത ഈ ഒരു പീസ് നമ്മുടെ പർദ്ദയുടെ ഫ്രണ്ട് പോർഷനിൽ വലതുവശത്ത് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അവിടെയാണ് നമ്മൾ ബട്ടൻ്റെ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, ഇത് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. നമ്മുടെ പർദ്ദയുടെ ഫ്രണ്ട് ഭാഗത്തെ വലതുവശത്താണ് നമ്മൾ ഈ പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിന് ബട്ടൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലുള്ള പ്രസ് ബട്ടനാണ് ഞാനിതിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. സിൽവർ കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് കളറും അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഈ പ്രസ് ബട്ടന് 4 സൈഡിലും ഹോളുകളുണ്ട്. ആ ഹോളുകളിലൂടെ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതായത് സൂചിയും നൂലും ഉപയോഗിച്ച് നമുക്കൊന്ന് നന്നായി തുന്നിക്കൊടുക്കാം. രണ്ട് വശത്തും നമുക്ക് ഇതേപോലെ തുന്നിക്കൊടുക്കാം. കൃത്യമായ ഒരു അളവ് വെച്ച് തുന്നണമെന്നില്ല. എന്നിരുന്നാലും ഒരു 4 ഇഞ്ച് വിട്ട് ഈക്വലായിട്ട് നമുക്കത് തുന്നിക്കൊടുക്കാം. ഇപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നമ്മുടെ പർദ്ദ സ്റ്റിച്ചിങ് പൂർത്തിയായിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടപ്പുറം വരുന്ന ബെല്ലൈക്കണിൽ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ വരുന്ന ഓപ്ഷനിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് ടൈം ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നെക്സ്റ്റ് ടൈം പർദ്ദ ഫെസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോവുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.